Hello students, welcome to this new semester, and as a part of your new semester ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ആണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദിസ് ഇസ് എ വെരി യുണീക്ക് ആൻഡ് ന്യൂ, എസ്പെഷ്യലി എ ന്യൂ സബ്ജക്റ്റ് ദാറ്റ് വി ആർ ഡീലിംഗ്. സാധാരണ ഇങ്ങനത്തെ സബ്ജക്ട്സ് ഇത് കണ്ടെടുത്തോളം സിലബസും കാര്യങ്ങളൊക്കെ കണ്ടെടുത്തോളം ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ ക്ലാസ് ഫോർ യു. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ സബ്ജക്റ്റ് ഫോർ യു ഓൾ ടുഗെദർ. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയത് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത് ദാറ്റ് ഇസ് സംതിങ് യൂഷ്വലി നോട്ട് ഡൺ ബൈ ദ യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ചേഞ്ച് ആക്ച്വലി. ഈ സബ്ജക്റ്റിൻ്റെ കുറേയൊക്കെ നമുക്ക് എന്താ പറയുക, പ്രീവിയസ് ആയിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്സ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഫോളോ ചെയ്യാം. ബട്ട് ദിസ് ഇസ് എ മോർ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ്. സോ ആ പേര് പോലെ തന്നെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം നോട്ട് ടേക്കിംഗ് എനി ക്ലാസ് ഓഫ് എനി സോർട്ട്. ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ദ എൻറ്റയർ മോഡ്യൂൾ ഫോർ യു ഗൈസ്. ഓക്കെ, നൗ മെയിൻ ഏരിയാസ് ഈ സബ്ജക്റ്റിൽ നിങ്ങൾ കവർ ചെയ്യുന്നത് 5 മോഡ്യൂൾ വഴി 5 ഡിഫറെൻറ്റ് ഏരിയാസാണ് നിങ്ങൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ ഡീൽസ് വിത്ത് പ്രൊഫഷണലിസം, കമ്മ്യൂണിക്കേഷൻ, അതിനോട് ചേർന്നിട്ടുള്ള എറ്റിക്കറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. സെക്കൻഡ് മോഡ്യൂളിൽ യു വിൽ ബി ഇൻട്രൊഡ്യൂസ് ടു ഇ ലേണിംഗ്. കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ട് ഈ പറഞ്ഞിട്ടുള്ള മാസീവ് ഓൺലൈൻ കോഴ്സസ്, ഇലക്ട്രോണിക് മീൻസിലൂടെയുള്ള ലേണിംഗ്, ഇതെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ബട്ട് വിൽ ഗോ ഇൻ ടു എ ഡീറ്റെയിൽ. ചില ആൾക്കാർക്ക് ഇങ്ങനെയും പഠിക്കാമെന്നുള്ളൊരു കുറേ അവയർനെസ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദിസ് ചാപ്റ്റർ അല്ലെങ്കിൽ ദിസ് സബ്ജക്റ്റ് ആൻഡ് ദിസ് മോഡ്യൂൾ വിൽ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഏരിയ. തേർഡ് വൺ ഇസ് ബിസിനസ് ഡേറ്റ അനാലിസിസ്. ഇറ്റ്സ് എ റിലേറ്റീവ്ലി ന്യൂ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ന്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഏരിയ ദാറ്റ് യു ഷുഡ് സ്റ്റഡി. ഓക്കെ, നിങ്ങളാണെങ്കിൽ പോലും ഭാവിയിൽ നല്ലതുപോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾക്ക് വൺ സച്ച് ഏരിയ ഇസ് ബിസിനസ് ഡേറ്റ അനാലിസിസ്. ഈ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് സെറ്റ് ഓഫ് ഡേറ്റ, കാരണം നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും യു ആർ ജനറേറ്റിംഗ് എ ലോട്ട് ഓഫ് ഡേറ്റ. നിങ്ങൾ ഓൺലൈനിൽ ബ്രൗസ് ചെയ്യുക, നിങ്ങൾ ആമസോണിൽ ഷോപ്പ് ചെയ്യുക, ഓൾ ഓഫ് ദീസ് തിങ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനുള്ള ആപ്സ് ആണെങ്കിലും നിങ്ങൾ വെബ്സൈറ്റിനുള്ള കുക്കീസ് ആണെങ്കിൽ പോലും ദീസ് ആർ കുക്കീസ് എന്ന് ഉദ്ദേശിക്കുന്ന ചെറിയ സോഫ്റ്റ്വെയർ ആണ് വിച്ച് ആക്ച്വലി ട്രാപ്സ് ഓർ ക്യാപ്ചേഴ്സ് ദ ഡേറ്റ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ ആമസോണിൽ ഇന്ന സാധനങ്ങൾ കണ്ടു, യൂട്യൂബിൽ ഇന്ന വീഡിയോസ് കണ്ടു. ആ യൂട്യൂബ് നിങ്ങൾ ചിലപ്പോൾ ഐ തിങ്ക് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ വാട്ട് ദീസ് തിങ്സ് ആർ. YouTube is able to give you recommendations based on your past behavior because they have observed your pattern. Okay, now പിന്നെ fourth module deals with cyber informatics, social and cyber informatics. ഇത് കുറച്ചുകൂടി സൊസൈറ്റിയൽ രീതിയിലുള്ള കാര്യങ്ങളാണ്. സൈബർ ക്രൈം, വാട്ട് ആർ ദി ബാഡ് എഫക്ട്സ് ഓഫ് സൈബർ. ഇനി ഞങ്ങളുടെ ഒരു എൻറ്റയർ എന്താ പറയുക, ഐ തിങ്ക് പ്രോബ്ലി 2-3 മന്ത്സോളം നമ്മൾ വിൽ ബി സ്റ്റക്ക് ഓൺലൈൻ. ഓക്കെ, നമുക്കൊരു ഫിസിക്കൽ ക്ലാസ് റൂം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ ഈ സെമസ്റ്റർ എന്നറിയാം, ഉറപ്പ് പറയാൻ പറ്റില്ല. ബിക്കോസ് ഏർലിയർ തിങ്സ് വെർ ഗോയിങ് ബെറ്റർ. ഇപ്പോൾ പതുക്കെ തിങ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു എന്താ പറയുക, ഐ എം നോട്ട് സെയിങ് ബാഡ് ഓർ വേഴ്സ്, ഐ എം ബീങ് ഹോപ്പ്ഫുൾ ഓൾവേസ്. പക്ഷേ തിങ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് നോട്ട് ഫേവറബിൾ. സോ സ്കൂൾസ് കോളേജസ് തുറക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോ ഐഡിയ വാട്ട്സ് എവർ. ബട്ട് സ്റ്റിൽ ഈ സൊസൈറ്റിയൽ രീതിയിൽ വിൽ ബി സ്റ്റക്ക് ഇൻ ദി ഓൺലൈൻ വേൾഡ് ഫോർ സം ടൈം. അതിൻ്റെ ഗുഡ് എഫക്ട്സ്, ബാഡ് എഫക്ട്സ്, സൈബർ ക്രൈംസ്, വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, എല്ലാ വേണ്ട കാര്യങ്ങളും ഈ ഒരു മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ടു ഇ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത്. ദീസ് ആർ വെരി ഗുഡ് ഏരിയാസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യുവർ സെൽഫ് ഫെമിലിയർ. നൗ നമുക്കറിയാം ഈ സബ്ജക്റ്റ് കുറേ കൂടി സബ്ജക്റ്റിൻ്റെ ഒരു മോഡ്യൂളിൽ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് ഞാൻ പോവാം. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് പ്രൊഫഷണലിസം? ഒരു ഗുഡ് പ്രൊഫഷണലിൻ്റെ ട്രേറ്റ്സ് എന്താണ്, സ്കിൽസ് ആവശ്യമുള്ളത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഈ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, പിന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ ഒരു ഇമെയിൽ എഴുതണം, സിഗ്നിഫിക്കൻസ് ഓഫ് എൻ ഇമെയിൽ. ഓക്കെ, ദീസ് ആർ വെരി യൂസ്ഫുൾ തിങ്സ്. ദ ഡൂസ് ആൻഡ് ഡോൺസ്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്, സ്റ്റാൻഡേർഡ്സ്, ടൈപ്സ്, ഇതെല്ലാം ഫോർമാറ്റുകൾ. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളൊരു ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മതി കുറേ ആൾക്കാർക്ക് പെടാനായിട്ട്. ഓക്കെ, സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഇതെല്ലാം എറ്റിക്കറ്റ്സ് ഒക്കെയാണ്, തിങ്സ് ദാറ്റ് ആർ ഒരു മര്യാദ എന്ന് പറയില്ലേ. ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് സീ ഈച്ച് അതർ വൺ. ഇപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അയച്ചു, ഓക്കെ, ഒരു വെരി സിമ്പിളായിട്ടൊരു കാര്യം പറയണം. മെസ്സേജ് അയച്ചു, ഇഫ് യു ആർ റൈറ്റിംഗ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്, ഓക്കെ, നിങ്ങൾ ബോൾഡ് ലെറ്റേഴ്സിൽ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഷൗട്ടിങ്. ഇറ്റ്സ് എ വെരി ട്രൂ ഫാക്ട്. നിങ്ങളൊരു ബോൾഡ് മെസ്സേജിൽ നിങ്ങൾ ഏതെങ്കിലും സുപ്പീരിയറിന് അയച്ചു കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും അധികാരം കൂടുതലുള്ള ആൾക്കാരുടെ അടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ
അടിയിൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. ആൻഡ് ദാറ്റ് വർ നോട്ട് എ ഫേവറബിൾ വൺ. കാരണം ആ ബോൾഡ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഷായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് പലപ്പോഴും ആൾക്കാർ വ്യൂ ചെയ്യുന്നത്. സോ തിങ്സ് ദാറ്റ് യു ഷുഡ് ഡു ആൻഡ് യു ഷുഡ് നോട്ട് ഡു, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രൊഫഷണലിസത്തിൽ ഡീൽ ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് ഇസ് ഇ ലേണിംഗ്. ലൈക്ക് ഐ ടോൾഡ് യു, ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്, മൂക്ക്, ഇ വീഡിയോസ്, ഇ ബുക്സ്, ഓഡിയോസ്, വീഡിയോസ്, ഇ ലേണിങ്സ്, ഇതെല്ലാം നിങ്ങൾ കുറച്ച് പേരെങ്കിലും മാസീവ് ഓൺലൈൻ കോഴ്സസ് കണ്ടിട്ടുണ്ടാവും. ഐ തിങ്ക് 1-2 സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ കോഴ്സസ് സ്വയം വഴിയുള്ള ആപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദീസ് തിങ്സ്, വാട്ട് ആർ ദ വേരിയസ് ടെക്നോളജീസ് അവൈലബിൾ. ആൻഡ് ഡോണ്ട് വറി, ലൈക്ക് ഓൾവേസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ interesting e-books, audiobooks, I'll make sure you get a practical knowledge as to what it is. Okay, so that will be a part of your assignments. Very നല്ല അസൈൻമെൻറ്റുകൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ദെൻ ദ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ് ഡേറ്റ അനാലിസിസ് ആണ്. Now as we know, businesses are generating vast amount of datas. ഈ vast amount of datas എങ്ങനെ അനലൈസ് ചെയ്യണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനലിസ്റ്റുകൾ ആരാ, ഡേറ്റ അനലിസ്റ്റ് ആരാ, അങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്, ബിഗ് ഡേറ്റ അനാലിസിസ്, റോൾ ഓഫ് ഡേറ്റ സയൻറ്റിസ്റ്റ്, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദിസ് ഈസ് വൺ ഏരിയ ദാറ്റ് ഓൾ ഓഫ് us ഷുഡ് കീപ്പ് എൻ ഐ ഔട്ട് ബിക്കോസ് AI ഈസ് ഗോയിങ് ടു ബി ബിഗ്. ഇപ്പോൾ ഓൾറെഡി തന്നെ കുറേ കാര്യങ്ങൾ, കുറേ ആൾക്കാർ ഈ പറഞ്ഞ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ചില സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് റെസ്പോൺസസ് വരുന്നുണ്ട്. അതും സ്ട്രാറ്റജിക്കായിട്ട് AI-യുടെ ഒക്കെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ്. യു സീൻ ദാറ്റ് റൈറ്റ്? ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റിലാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല കോൺവെർസേഷൻ നടത്താൻ പറ്റും. ആമസോണിൻ്റെ ഇപ്പോൾ ആപ്പിളിൻ്റെ സിറി ആയാലും ആമസോണിൻ്റെ എക്കോ എന്ന് തോന്നുന്നു. അപ്പോൾ ഓൾ ദീസ് ഇൻ്റർഫേസസ് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യു ക്യാൻ ആക്ച്വലി ഹാവ് എ ലൈഫ് ലൈക്ക് കോൺവെർസേഷൻ വിത്ത് ദീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ ഫോർത്ത് മോഡ്യൂൾ സോഷ്യോ ആൻഡ് സൈബർ ഇൻഫർമാറ്റിക്സ്. നൗ വിത്ത് നമ്മൾ സ്പൈഡർമാനിൻ്റെ ഒരു ഡയലോഗാണ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ദിസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി പാർട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്, സിൻസ് ഇറ്റ് ഈസ് എലമെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. നോട്ട് എവറിബഡി, യു, മീ, ഓൾ ഓഫ് us, വി ലവ് ദ ഫൺ പാർട്ട്. നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി സെക്ഷൻ അത്ര നോട്ട് സോ മച്ച്. പക്ഷേ യു ഗൈസ് ആർ ഗോയിങ് ടു ലിവ് ഇൻ എ ഡിജിറ്റൽ ഏജ്. നൗ ഡിജിറ്റൽ ഏജിൽ ജീവിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, സൈബർ എത്തിക്സ്, വാട്ട് ആർ ദി എത്തിക്സ് ദാറ്റ് യു ഹാവ് ടു ഫോളോ. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാവാൻ സാധ്യതയുള്ള മേഖലകൾ നിങ്ങൾ മനസ്സിലാക്കണം. സൈബർ ഏരിയ അല്ലെങ്കിൽ സൈബർ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് എ വെരി ഡേഞ്ചറസ് തിങ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, കുറേ ഇപ്പോൾ നിങ്ങളുടെ ലേണിംഗ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ടെക്നിക്കലി യുവർ ലേണിംഗ് ഷുഡ് സ്റ്റോപ്പ്. ബട്ട് ക്ലാസ്സസ് ആർ ഗോയിങ് ടു കണ്ടിന്യൂ, ലെസൺസ് വിൽ ബി ടേക്കൺ, പോർഷൻസ് വിൽ ഗോ ഓൺ. വൈ? ബിക്കോസ് സംതിങ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദി ഇൻ്റർനെറ്റ്. ഓക്കെ, ആ സൈബർ സ്പേസിൽ ഇരുന്നുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ. നൗ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബി മച്ച് മോർ പ്രൊഡക്റ്റീവ് ദാൻ യു ആർ ഇൻ യുവർ വെൻ യു ആക്ച്വലി ആർ ഫിസിക്കലി പ്രസൻറ്റ്. ഓക്കെ, യു ക്യാൻ യൂസ് ദിസ് ടൈം. പക്ഷേ അതിൻ്റേതായ ഒരു നെഗറ്റീവ് സൈഡ്, ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. ആ ഡാർക്ക് സൈഡ് എന്താണ്, ഏതൊക്കെ മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പണി കിട്ടാം, ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And also, please remember, ignorance of law is never an excuse in the eyes of law. You have to be aware. Cyber laws important ആണ്. ഓൺലൈനിൽ നിങ്ങൾ ബ്ലോഗുകൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കോപ്പിറൈറ്റ് വരുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമേജുകൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഓർഗനൈസേഷൻസ് റേറ്റിംഗ്, പിന്നെ ഇൻഫർമേഷൻ ഓവർലോഡ്, ഹെൽത്ത് ഇഷ്യൂസ്, ഇ വേസ്റ്റ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, റീസെൻറ്റ് ഇ ഗവർണൻസ് ട്രെൻഡ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ is digital marketing. The last module that we'll deal with is digital marketing. Okay, digital marketing എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ്, ട്രെൻഡ്സ്, ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സസ്. നിങ്ങൾ ദിസ് വൺ യു മൈറ്റ് ബി ഫെമിലിയർ, B2B, B2C, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഡിഗ്രി വരെ ഫെമിലിയാരിറ്റി ഉണ്ടാവും. പക്ഷേ വാട്ട് ഈസ് ഓൺലൈൻ അഡ്വർടൈസിങ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സെർച്ച് എഞ്ചിൻ അനലറ്റിക്സ്, സെർച്ച് എഞ്ചിൻ ആഡ്സ്, സോഷ്യൽ മീഡിയ ആഡ്സ്, ഓൾ ഓഫ് ദീസ് തിങ്സ്. ഇപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റിൻ്റെ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക മോഡ്യൂൾ നോക്കുമ്പോൾ ഈച്ച് ഓഫ് ദീസ് തിങ്സ് ആർ യുണീക്ക്. ഓക്കെ, വളരെ യുണീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് യു ടേക്ക് ദിസ് സബ്ജക്റ്റ് എക്സ്ട്രീംലി സീരിയസ്ലി ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു in much more ways than you can imagine. Okay,
വിത്ത് ദാറ്റ് എ ബിഗ് താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇത് നിങ്ങളുടെ ഒഫീഷ്യലി വേണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫസ്റ്റ് ക്ലാസ് ഞാൻ പറയുന്നൊരു കാര്യമാണ്. All the best, all the very best for you guys this semester. Okay, thank you.